ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു അടുത്തൊരു സെഷനിലേക്ക് ഹൃദ്യമായി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രപഞ്ച നിയമം എന്ന് പറയുന്ന 90% ആളുകൾക്കും അറിവില്ലാത്ത, മനസ്സിലാവാത്ത, വളരെ കുറഞ്ഞ ശതമാനം ആളുകൾക്ക് മാത്രം അറിവുള്ള, രഹസ്യ സ്വഭാവമുള്ള ഒരു നോളജാണ് യൂണിവേഴ്സൽ ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ നിയമത്തെ നമ്മൾ അറിവുണ്ടോ അറിവില്ലേ എന്നത് യാതൊരു പ്രസക്തിയുമില്ല. ഇലക്ട്രിക് കമ്പിയിൽ തൊടുന്ന സമയത്ത് നമുക്കതിൽ കറണ്ട് ഉണ്ടോ ഇല്ലേ എന്നത് നമുക്ക് അറിയുമോ അറിയില്ലേ എന്നത് യാതൊരു പ്രശ്നവുമില്ല. അതിൽ കറണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഷോക്ക് ഏറ്റിരിക്കും, നമ്മൾ ഡെത്ത് ആവുകയോ അല്ലെങ്കിൽ ഇഞ്ചുറി ആവുകയോ ചെയ്യും. ഈ പ്രപഞ്ച നിയമത്തെക്കുറിച്ചും നമ്മൾ തിരിച്ചറിഞ്ഞത് സമാനമായ അനുഭവമാണ്. അതായത് യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്ന ഈ ഒരു നിയമത്തെ ഏതൊരാൾ അറിഞ്ഞോ അറിയാതെയോ വയലേറ്റ് ചെയ്തോ അയാൾക്ക് ഷോക്ക് അടിക്കും, അല്ലെങ്കിൽ അയാൾ ജീവിതത്തിൽ നിത്യ നരകം അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടാവും. അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി വീണ്ടും വീണ്ടും ഈ നിയമത്തെ ലംഘിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങും എത്താതെ ആ വ്യക്തി ജീവിതത്തിൽ നിന്നും എടുത്തെറിയപ്പെടും എന്നതാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തൂത്തെറിയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് സമൃദ്ധമായി, സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ ജീവിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സന്തോഷവും ഈ സമാധാനവും ഈ ഐശ്വര്യവും എല്ലാം ഈ നിയമത്തെ അറിഞ്ഞുകൊണ്ട് പരിപാലിക്കുമ്പോൾ നമുക്ക് കരഗതമാകും എന്നതാണ് ആമുഖമായിട്ട് എനിക്ക് പറയുവാണ്. അപ്പൊ നമ്മൾ അതിന്റെ ആദ്യത്തെ ലോ കഴിഞ്ഞ സെഷനിൽ പഠിച്ചു. അതായത് ലോ ഓഫ് വൺനെസ്. ഈ പ്രപഞ്ചം മുഴുവനും ഒരു ബിൽഡിംഗ് പോലെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പരസ്പരം കണക്റ്റഡ് ആണ് എന്നത് അറിയാതെ പരസ്പരം വെറുപ്പോ വിദ്വേഷമോ വെച്ച് നടക്കുകയോ, അല്ലെങ്കിൽ ഈ കണക്ഷനെ കുറിച്ച് യാതൊരു അറിവുമില്ലാതെ തൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗീയതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗീയതയോ ആയിട്ടുള്ള ചിന്ത അധികരിച്ചുകൊണ്ട് ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ പ്രപഞ്ച നിയമം അനുസരിച്ച് ആ വ്യക്തിക്ക് കഠിനമേറിയ, കാഠിന്യമുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മൾ പഠിച്ചു. അതാണ് ഇന്ന് പല ആളുകളുടെയും ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തീവ്രവാദികളാണെങ്കിലും ശരി, മതവാദികളാണെങ്കിലും ശരി, മൗലികവാദികളാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവർക്കൊരു പരിധിയിൽ കൂടുതൽ ഉയരുവാൻ സാധ്യമല്ല. അപ്പൊ നമുക്ക് ആ ലോ ഓഫ് വൺനെസ്സിനെ നെഞ്ചോട് ചേർത്ത് വെക്കാം. ഒരു വ്യക്തിയോടും ഒരു മനുഷ്യരോടുമുള്ള വെറുപ്പോ വിദ്വേഷമോ നമ്മൾ ഹൃദയത്തിൽ താലോലിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല എന്ന് കൃത്യമായി നമ്മൾ പഠിച്ചു. അത് പ്രപഞ്ച നിയമത്തിന്റെ വയലേഷൻ ആണ്. അതുകൊണ്ടാണ് ഈ ഫൊർഗിവ്നെസ്സിനൊക്കെ ഒത്തിരി പ്രാധാന്യം എല്ലാ മതങ്ങളും ദർശനങ്ങളും ഒക്കെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, അതായത് നിന്നെ ദ്രോഹിച്ചവനോടുള്ള പക വെച്ച് നടക്കരുത്, അത് മനസ്സിൽ നിന്നും എടുത്തു കളയണം, എങ്കിലേ നിനക്ക് സമാധാനം കിട്ടൂ, ശാന്തി കിട്ടൂ എന്ന് പറയാത്തതായിട്ട് ഒരു മതദർശനവുമില്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതേപോലെ തന്നെ മഹാന്മാരായ 3 ഗുരുക്കന്മാരുടെ തത്വചിന്തകൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകളൊക്കെ നമ്മൾ കോട്ട് ചെയ്തു പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രപഞ്ച നിയമത്തിന്റെ അടുത്ത ഒരു നിയമമായ ലോ ഓഫ് വൈബ്രേഷനെ കുറിച്ചാണ്. അപ്പോ ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്ലാസ് ഒരിക്കലും ഒരു തമാശ രൂപേണയോ ഗൗരവം കുറഞ്ഞോ, കരീം സാർ എന്തൊക്കെയൊക്കെ പറയും, കുറച്ച് നോളജ് ഒക്കെ നമുക്ക് കിട്ടും, കുറച്ച് വിസ്ഡം കിട്ടും, കുറച്ച് പോയിന്റ്സുകൾ കിട്ടും, ചില ആളുകൾ കുറച്ച് പോയിന്റ്സുകൾ കിട്ടും, അത് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പ്രയോഗിക്കാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ് അവസാനിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയാണ്. അതായത് നമുക്ക് ഈ നോളജ് കിട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. ഈ നോളജിന്റെ ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ചില ആൾക്കാർ ഈ നോളജ് മാത്രം അക്വയർ ചെയ്യും, അവർക്ക് നോളജ് മതി. പക്ഷെ നോളജ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല. നോളജ് നമ്മുടെ സെല്ലുലാർ മെമ്മറിയിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ
നമ്മളത് പ്രായോഗികവൽക്കരിക്കണം, അതുപോലെ തന്നെ ഇതിന്റെ വർക്കുകൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ ഇന്നത്തെ ഈ സെഷൻ വളരെ ഗൗരവത്തോടു കൂടി കേട്ടിരിക്കും. ഞാൻ ഈ പറയുന്നത് 100% സത്യമായിട്ടുള്ള കാര്യം. ഇത് ആമുഖമായിട്ട് ഞാൻ നിങ്ങളോട് പറയും. അതുകൊണ്ട് ഇതിലെ ഓരോ വരികളും കേട്ടിരിക്കുക. ഇനിയുള്ള കാലമെങ്കിലും നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ സമാധാനത്തിൽ, ഈ ലോകത്തിന് തന്നെ സമാധാനത്തിൽ കഴിയാൻ വേണ്ടി ഈ നിയമത്തെ വയലേറ്റ് ചെയ്യാതിരിക്കുക എന്ന ആമുഖത്തോടു കൂടി ലോ ഓഫ് വൈബ്രേഷൻ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് വൈബ്രേഷൻ എന്ന ഒരു പദം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം പ്രകമ്പനം എന്നാണ് വൈബ്രേഷൻ. ഒരു പാറ പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട്, പാറ പൊട്ടിക്കുമ്പോൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ വീടുകളും ഒക്കെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളും. അതിന് നമ്മൾ വൈബ്രേഷൻ എന്നാ പറയാം. ഫോൺ വൈബ്രേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂളക്കം ഉണ്ടാവും, അതിന് നമ്മൾ വൈബ്രേഷൻ എന്ന് പറയാം. ലോ എന്ന് പറഞ്ഞാൽ നിയമം. അപ്പം വൈബ്രേഷന്റെ നിയമം ഇത് കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചോളൂ. ഈ പ്രപഞ്ചത്തിൽ ജീവനുള്ളതാവട്ടെ ജീവനില്ലാത്തതാവട്ടെ, നമ്മൾ കാണുന്ന ശൂന്യതയാവട്ടെ, നമ്മളിവിടെ കാണുന്ന ശൂന്യത എന്ന് വിചാരിക്കും, ഈ ശൂന്യതയാവട്ടെ, അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്ന എൻ്റെ ശബ്ദം, എൻ്റെ സംസാരം, എൻ്റെ കേൾവി, എൻ്റെ കാഴ്ച എന്ന് വേണ്ട ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഒരു വൈബ്രേഷനോട് കൂടിയാണ് നിലകൊള്ളുന്നത്. എല്ലാം നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം എന്താ പറയുക, ഒരു തരം സ്വിമ്മിങ് മൂഡിലാണ് എന്നൊക്കെ എല്ലാ വേദഗ്രന്ഥങ്ങളും പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നു കാണും. അതായത് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രവും മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ എല്ലാം ചലിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇത് അടിവരയിട്ട് കേൾക്കണം. ഈ പ്രപഞ്ചത്തിൽ ചലിക്കാത്തതായിട്ട്, മൂവ് ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ സാറേ, നമ്മൾ മൂവ് ചെയ്യുന്നത് കാണുന്നില്ലല്ലോ. അത് നമ്മുടെ കാഴ്ചക്ക്, നമ്മുടെ കേൾവിക്ക് അതിന്റെ ലിമിറ്റേഷൻ അനുസരിച്ചുള്ളത് മാത്രമാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. നമ്മൾ കാണുന്നില്ല എന്നതുകൊണ്ട് വൈദ്യുതി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കാണുന്നില്ല എന്നതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എത്രയോ നൂറുകണക്കിന് കിലോമീറ്ററുകൾ വ്യത്യാസത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന, എൻ്റെ ഈ സ്ഥലത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്നത് എത്രയോ, ചിലപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ, അത്രയും ഡിസ്റ്റൻസിൽ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ ശബ്ദം നിങ്ങൾ കാണുന്നില്ല, പക്ഷെ നിങ്ങൾ കേൾക്കുന്നു. എൻ്റെ ശബ്ദം ഞാനിപ്പോ നിങ്ങളോട് നേരിട്ട് പറയും പോലെ കേൾക്കുന്നു. അപ്പോ ഇതിന്റെ ഫ്രീക്വൻസി നിങ്ങൾ കാണുന്നില്ല എന്നതുകൊണ്ട് ഈ ഫ്രീക്വൻസി ഇല്ല എന്നതാണോ അർത്ഥം, പ്രിയപ്പെട്ടവരെ? അല്ല. എൻ്റെ ശബ്ദം, ഞാൻ ഇവിടെ സംസാരിക്കുന്ന ഈ ശബ്ദം ലോകത്ത് മുഴുവനും ലഭ്യമാണ്. പക്ഷെ അത് പിടിച്ചെടുക്കുവാനുള്ള ഒരു യന്ത്രമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കാണാനും കേൾക്കാനും പറ്റൂ. കാരണം നമ്മുടെ കാഴ്ചക്കും കേൾവിക്കും പരിമിതി ഉള്ളതുകൊണ്ട് അത് പിടിച്ചെടുക്കുവാനുള്ള ഒരു യന്ത്രമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ എന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, എല്ലാം ഊർജമാണ്. എല്ലാത്തിൻ്റെയും ബേസിക് എന്ന് പറഞ്ഞാൽ, ഏത് വസ്തുവിൻ്റെയും ബേസിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തന്മാത്രയാണെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയും. മോളിക്യൂൾസുകൾ അല്ലെങ്കിൽ തന്മാത്രകൾക്ക് പിന്നിലോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ആറ്റമാണ്. എല്ലാത്തിന്റെ പിന്നിലും ആറ്റമാണ്. എല്ലാം ആറ്റം കൊണ്ടാണ്. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റത്തെ കണ്ടുപിടിച്ചത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ആറ്റത്തിന്റെ ഉള്ളിൽ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആറ്റത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റും സൗരയുദ്ധം അല്ലെങ്കിൽ സൂര്യന് ചുറ്റും അതിന്റെ ഗ്രഹങ്ങൾ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങുന്നത് പോലെ സകല വസ്തുക്കളുടെയും ബേസിക് ആയിട്ടുള്ള ആറ്റത്തിന്റെ ഉള്ളിൽ അതിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ 2200 കിലോമീറ്റർ വേഗതയിൽ ഇലക്ട്രോൺ ഒരു പ്രത്യേക വൈബ്രേഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങുവാൻ കാരണം അതിന്റെ ഉള്ളിൽ ഒരു ഊർജമാണ്. ആ എനർജി കാരണമായിട്ടാണ് ഇത് കറങ്ങുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം,
ഈ ഇലക്ട്രോണുകളുടെ കറക്കത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ഓരോന്നിനും ഓരോ വൈബ്രേഷൻ വ്യത്യാസം വരുന്നു. ഒരു കല്ലിന്റെ ആറ്റത്തിന്റെ ഇലക്ട്രോൺസുകൾ ഒരു പ്രത്യേക രൂപത്തിൽ കറങ്ങുന്നത് കൊണ്ട് നമ്മുടെ ബ്രെയിൻ അത് കല്ലായിട്ട് നമുക്ക് തോന്നുന്നു. എന്നാൽ ഒരു നായക്കോ പട്ടിക്കോ നമ്മൾ കാണുന്ന കല്ലിനെ ഒരു കല്ലായിട്ട് തോന്നിക്കൊള്ളണമെന്നില്ല, കണ്ടോളണമെന്നില്ല. അപ്പൊ നമ്മുടെ കാഴ്ചയിൽ ഒരു മാൻകുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചയിൽ സുന്ദരക്കുട്ടപ്പനായ ഒരു മാൻകുട്ടി, നമുക്കതിനോട് വാത്സല്യം തോന്നും. പക്ഷെ ഒരു സിംഹത്തിന്റെ കണ്ണിൽ അത് ഹൈലി ടേസ്റ്റി ആയിട്ടുള്ള, നമ്മളൊരു പഴുത്തു മുഴുത്ത ഒരു മാമ്പഴമെങ്ങാനും കാണുമ്പോൾ ഉണ്ടാകുന്ന ആ വെള്ളമൂറി, വായിൽ വെള്ളമൂറി വളരെ രുചികരമായ ഒരു ഭക്ഷണത്തിന്റെ ഒരു പ്രതീതിയായിട്ടാണ് സിംഹം അല്ലെങ്കിൽ എന്താ പറയാ ഹിംസ്ര ജന്തുക്കൾ അതിനെ കാണുക. അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ഇതിന്റെ ഡെപ്തിലോട്ട് പോവാം. കാരണം ഇത് നമ്മൾ തിരിച്ചറിയണം, എല്ലാം വൈബ്രേഷൻ ആണ്. ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ അത് യേശുദാസിന്റെ പാട്ട്, അതൊരു പ്രത്യേക വൈബ്രേഷൻ ആണ്. ആ വൈബ്രേഷൻ ആയതുകൊണ്ടാണ് ഇത് യേശുദാസിൻ്റെതാണെന്ന് നമുക്ക് തോന്നുവാനുള്ള കാരണം. അപ്പോ പാട്ടാവട്ടെ, ശബ്ദമാവട്ടെ, നമ്മുടെ ഫീലിംഗ് ആവട്ടെ, എല്ലാം വൈബ്രേഷൻ ആണ്. ഞാനൊരു ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എവറിത്തിങ് ഈസ് വൈബ്രേഷൻ. വൈബ്രേഷൻ അല്ലാത്ത ഒരു കാര്യവും ഈ ലോകത്തില്ല. ഈ നിയമം നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാവും പ്രിയപ്പെട്ടവര്, വളരെ ശക്തമായ മാറ്റം ഉണ്ടാവും. നോക്കൂ നിങ്ങൾ, ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആറ്റം ഇങ്ങനെ കറങ്ങിക്കൊണ്ട്, ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോൺസുകൾ ഈ രൂപത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കറക്കലിന്റെ വ്യത്യാസം അനുസരിച്ചാണ് ഓരോ വസ്തുവും അതും ഇതും അതായിട്ട് ഇതിനെ ഇതായിട്ട് കാണുവാനുള്ള കാരണം. മനസ്സിലായില്ലേ? സോ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോ ഓഫ് വൈബ്രേഷൻ പറയുന്നതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓരോ മനുഷ്യനും ഇതുപോലെ ഒരു വൈബ്രേഷനാണ്. ഉദാഹരണമായിട്ട് നമ്മളൊരു കല്ലിനെ മൈക്രോസ്കോപ്പിൽ നോക്കുകയാണ്, ഒരു പാറക്കല്ലിനെ മൈക്രോസ്കോപ്പിൽ നോക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താ കാണാൻ സാധിക്കുക? ഒരു പാറക്കല്ലിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ പാറക്കല്ല് അവിടെ കാണില്ല. ഒരു വൈബ്രേഷൻ, ഒരു പ്രത്യേക വൈബ്രേഷൻ, അതിനൊരു മാറ്റമൊന്നുമില്ല. ഒരേ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈബ്രേഷനെ കാണും, ഒരേ ഫ്രീക്വൻസി, ഒരു പാറക്കല്ല്. എന്നാൽ ഒരു മനുഷ്യനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ മനുഷ്യനെ അവിടെ കാണില്ല. പകരം അവിടെ കാണുന്നത് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രകാശത്തിന്റെ ചലനം, ഒരു വൈബ്രേഷൻ, ഇങ്ങനെ പ്രകാശം ഇങ്ങനെ മിങ്കിൾ ചെയ്തത്. നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ഉള്ളി, അതുപോലെ തന്നെ എന്താ പറയാ ചെറിയ ചെറിയ ജീവികൾ, ഇതിനൊക്കെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയ ഒരു അനുഭവം നമുക്കുണ്ടാവും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഈ വ്യക്തി എന്ന് പറയുന്നത് കേവലം വൈബ്രേഷൻ മാത്രമാണ്. കേവലം വൈബ്രേഷൻ മാത്രമാണ്. ഇപ്പൊ ഈ കാണുന്ന 5 ആൾക്കാർ, നിങ്ങളിപ്പോ 5 ആൾക്കാരെ കാണുന്നുണ്ടാവും. ഈ 5 ആൾക്കാരും വൈബ്രേഷൻ ആണ്. പക്ഷെ 5 ആൾക്കാരുടെയും വൈബ്രേഷൻ വ്യത്യാസം ഉണ്ടാവും. ഒരു കല്ല് വൈബ്രേഷൻ ആണെങ്കിലും ഒരു കല്ലിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വൈബ്രേഷൻ ഹൈലി ആയിരിക്കും. എന്നാൽ ഒരു വ്യക്തി എല്ലാ സമയത്തും ഇതേപോലെ ഭാരപ്പെട്ട, കഷ്ടപ്പെട്ട, വളരെ പ്രയാസപ്പെട്ട ഫീലിംഗുമായിട്ട് ഒരു വ്യക്തി നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോ ആ വ്യക്തിയുടെ വൈബ്രേഷൻ ഒരു പ്രത്യേക രൂപത്തിലോട്ട് മാറും. ശരിക്കും പഠിക്കണം ഇത്. നമ്മൾ ഒരു തമാശയായിട്ട് എടുക്കരുത്. ലോകത്ത് ഈ വൈബ്രേഷൻ അല്ലാതെ ഒന്നുമില്ല. ഇത് മനസ്സിലാക്കിയിട്ട് വേണം പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ ലോ ഓഫ് എന്താ പറയാ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, പുറത്തു കൊടുക്കണം. നിന്നെ ദ്രോഹിച്ച, നിന്നെ പീഡിപ്പിച്ച, അല്ലെങ്കിൽ നിനക്കെതിരെ പ്രവർത്തിച്ച ആൾക്ക് നീ പുറത്തു കൊടുക്കുക മാത്രമല്ല, നീ പുറത്തു കൊടുക്കുകയും അവന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി വേണം എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. വേദഗ്രന്ഥങ്ങൾ പറയുന്ന, സ്പിരിച്വൽ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഓരോ കോഡ്സ് ആണിത്. നിന്നെ ദ്രോഹിച്ച ആൾക്ക് നീ പുറത്തു കൊടുത്താൽ മാത്രം പോരാ, അയാളുടെ പാപമോചനത്തിന് കൂടി നീ പ്രാർത്ഥിക്കണം. എങ്കിലേ നീ ഒരു പെർഫെക്റ്റ് ആയ ഒരു വ്യക്തിയായിട്ട് മാറൂ
എന്നൊക്കെ പറയണമെങ്കിൽ അതിനൊക്കെ എത്ര ഉന്നതമായ ബോധം വേണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മനസ്സിലായോ? അപ്പോ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ശരീരം മാത്രമല്ല, നമ്മുടെ ചിന്തയും വൈബ്രേഷനാണ്. നിരന്തരമായി കനമുള്ള, യാതൊരു പ്രയോജനവുമില്ലാത്ത, കഴിഞ്ഞുപോയ സംഭവങ്ങളെ കുറിച്ച്, അനുഭവങ്ങളെ കുറിച്ച് ഒരു സൂക്ഷ്മതയും ഇല്ലാതെ നിരന്തരമായി ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വൈബ്രേഷൻ വളരെ ലോ ആയിരിക്കും. കനമുള്ള വൈബ്രേഷൻ, വളരെ ലോ ആയിരിക്കും ആ വ്യക്തിയുടെ വൈബ്രേഷൻ. ഈ ലോ വൈബ്രേഷൻ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ വ്യക്തിക്ക് താഴ്ന്ന രൂപത്തിലുള്ള അനുഭവങ്ങളും, താഴ്ന്ന രൂപത്തിലുള്ള വ്യക്തികളും, താഴ്ന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങളിലുമേ അയാൾ എത്തിച്ചേരും. മനസ്സിലായോ? അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ടത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഓരോ മനുഷ്യനും വൈബ്രേഷനാണ്. ഓരോ മനുഷ്യന്റെയും വൈബ്രേഷൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. 100 ആളുകൾ ഉണ്ടെങ്കിൽ ഈ 100 ആളുകളും 100 തരം വൈബ്രേഷനിലായിരിക്കും. അതിനർത്ഥം 100 തരം ഫ്രീക്വൻസിയിലായിരിക്കും 100 ആളുകൾ. കാരണം ഒരു വ്യക്തിയുടെ വൈബ്രേഷനെ തീരുമാനിക്കുന്നത്, ഒരു വ്യക്തിയുടെ വൈബ്രേഷൻ ഹൈ ആവണോ, ഒരു വ്യക്തിയുടെ വൈബ്രേഷൻ ലോ ആവണോ, ഒരു വ്യക്തിയുടെ വൈബ്രേഷൻ വളരെ ബ്രൈറ്റ് ആവണോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് അയാൾ നിരന്തരമായി അയാളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചിന്തകളാണ്. നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ആ ചിന്തക്ക്, എന്തിനാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഹാപ്പി പാർക്ക് രാവിലെ മെഡിറ്റേഷൻ ക്ലബിൽ ഇരുന്നു കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ പറയും ആൾക്കാരോട്, നന്ദി പറയാൻ വേണ്ടി പറയും. പതിവായി അത് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനേക്കാൾ, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏറ്റവും വൈബുള്ള ഒരു വേർഡാണ്. അറിഞ്ഞുകൊണ്ട് പറയണം, ഭയപ്പെട്ട് പറയണം. അക്നോളജ്മെന്റ് എന്നാൽ മനസ്സറിഞ്ഞ് പറയണം. നന്ദി കേടാവട്ടെ അതിനേക്കാൾ വലിയ ഒരു അധപ്പതനമാണ്. അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഏതെങ്കിലും തെറ്റോ ഏതെങ്കിലും മിസ്റ്റേക്കോ മറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായി മനസ്സിൽ അത് തന്നെ ആ തെറ്റ് ഞാൻ ചെയ്തല്ലോ ദൈവമേ എന്നോർത്ത് അതിൽ തന്നെ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. അവര് ചെയ്തത് ഏതായാലും തെറ്റ്, പക്ഷെ അതിനേക്കാൾ വലിയ തെറ്റാണ് അത് മനസ്സിലിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. ഓരോ തവണ മനസ്സിലിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോഴും അത് പുതിയതായി ചെയ്യുന്ന രൂപത്തിലാണ് മനസ്സിന് തോന്നുക. അങ്ങനെ അയാളുടെ ഫ്രീക്വൻസി വീണ്ടും താന്നു പോകും. അതുകൊണ്ടാണ് ഈ പാപമോചനം, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തോട് പശ്ചാത്തപിക്കണം, അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങണം എന്നൊക്കെ പറയാനുള്ള കാരണം, പശ്ചാത്താപത്തിന് എല്ലാ മതങ്ങളും ഒരേപോലെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. Can you agree with me, my dear friends? Can you hear? കേൾക്കാമോ? Can you follow me? Please type yes or no. Please type yes or no. എല്ലാ മതങ്ങളും ഈ പശ്ചാത്താപത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം മനുഷ്യന്റെ ഏറ്റവും ഫ്രീക്വൻസി കുറക്കുന്ന മനുഷ്യന്റെ ഊർജം, അവന്റെ ഉള്ളിലൂടെ ഫ്രീ ആയിട്ട് ഒഴുകേണ്ട ഊർജത്തെ തടഞ്ഞു നിർത്തി, അതായത് കഴുത്തിൽ പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറയും. നമുക്ക് ഒരു മിനിറ്റിൽ 72 തവണയെങ്കിലും നമുക്ക് ഹാർട്ട് ബീറ്റ് ചെയ്യണം, മിടിപ്പുണ്ടാവണം. നമ്മളെ കഴുത്തിൽ പിടിച്ച് നെക്കി ഒരു 1-2 തവണയൊക്കെ മിടിക്കാൻ പറ്റുന്നുള്ളൂ ഹൃദയത്തിനെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അയാൾ മരിച്ചു പോകും. എന്നതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ജീവോർജത്തെ, സ്പിരിച്വൽ എനർജിയെ ഫ്രീ ആയി ഒഴുകേണ്ട, ഫ്ലോ ആയി ഒഴുകേണ്ട ഈ എന്താ പറയാ സ്പിരിച്വൽ എനർജിയെ, ഈ ജീവോർജത്തെ, ഈ രൂപത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസുകൾ നിരന്തരം മനസ്സിൽ വെച്ച് കനപ്പെട്ട് അതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ, നല്ല വ്യക്തികളോ നല്ല സാഹചര്യങ്ങളോ ഈ വ്യക്തിയുമായിട്ട് കണ്ടുമുട്ടുകയില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
നമ്മുടെ തോട്ട് ഒരു ഒരു തരിമ്പ് പോലും മിസ്സാവുന്നില്ല. ചില ആൾക്കാർ ചിന്തിക്കും, ഞാനിപ്പോ മനസ്സിൽ ചിന്തിക്കുന്ന ആരും അറിയുന്നില്ലല്ലോ. ആര് പറഞ്ഞറിയുന്നില്ല? നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതനുസരിച്ച് നിങ്ങളൊരു ഫ്രീക്വൻസി ഉണ്ടാക്കുന്ന ഒരു വൈബിലെത്തുന്നു. ആ വൈബിനപ്പുറം, അതുകൊണ്ടാണ് ചില ആൾക്കാർ പരസ്യമായിട്ടൊക്കെ വളരെ ഉഷാറായിരിക്കും, നല്ല സഹായം, എല്ലാവരുമായിട്ട് നല്ല പെരുമാറ്റം, എവറിത്തിങ് ഓക്കെ. പക്ഷെ രഹസ്യമായിട്ട് ഉള്ളിലൂടെ എല്ലാവിധ ദുഷ്ടകാര്യങ്ങളും ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വിജയിക്കുകയില്ല. നമ്മൾ ഇപ്പോ ഈ NLP ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാം, 7% മാത്രമേ മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷന് പ്രാധാന്യമുള്ളൂ. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ മറ്റൊരാൾ അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ വാക്കുകൊണ്ട് പറയുന്നതിൽ 7% മാത്രമേ സ്വാധീനമുള്ളൂ. ബാക്കി 93% നിങ്ങൾ സംസാരിക്കുന്നത് ട്യൂണും നിങ്ങളുടെ ശരീര ഭാഷയുമാണ്. എന്താ അതിനർത്ഥം? നിങ്ങൾ അകത്ത് എന്താണോ അതിനനുസരിച്ച ശരീരഭാഷയും അതിനനുസരിച്ച ട്യൂണുമേ ഉണ്ടാവുകയുള്ളൂ. അകത്ത് തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തരവും വഞ്ചനയും ചതിയും, പുറത്ത് പുഞ്ചിരിയും, അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ലോ ഓഫ് വൈബ്രേഷൻ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചിന്ത ലോ ഓഫ് വൈബ്രേഷന്റെ വൈലേഷനാണ്. അകത്ത് നമ്മൾ ശുദ്ധരാണെങ്കിൽ പുറത്തും ശുദ്ധരായിരിക്കണം. പുറത്ത് ആളുകൾക്ക് മുമ്പിൽ ശുദ്ധരാണെങ്കിൽ അകത്തും നമ്മൾ ശുദ്ധരായിരിക്കണം. പുറത്തൊന്നും അകത്തൊന്നും നടക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ വാട്ട് ഈസ് ബിഹൈൻഡ് വൈബ്രേഷൻ ഓഫ് എ പേഴ്സൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യന്റെ വൈബ്രേഷന്റെ പിന്നിലുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻസിക്ക് പിന്നിലുള്ള ആ ചാലക ശക്തി എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊന്നുമല്ല, അത് അദ്ദേഹത്തിന്റെ ചിന്തയാണ്. വ്യത്യസ്തമായിട്ടുള്ള ചിന്ത, വ്യത്യസ്തമായിട്ടുള്ള വൈബ്രേഷൻ, വ്യത്യസ്തമായിട്ടുള്ള വൈബ്രേഷൻ, വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസി. നമ്മുടെ വീട്ടിലെ റേഡിയോന് കോഴിക്കോട് സ്റ്റേഷൻ പിടിച്ചെടുക്കുവാനുള്ള ഫ്രീക്വൻസി പിടിച്ചെടുക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ കോഴിക്കോട് സ്റ്റേഷൻ നമുക്ക് എത്ര ട്യൂൺ ചെയ്താലും കിട്ടൂല. മനസ്സിലായില്ലേ? എന്നതുപോലെ ഒരു വ്യക്തിക്ക് ലക്ഷക്കണക്കിന് രൂപ അവന്റെ കൈവശം വെക്കണമെങ്കിൽ അതിനനുസരിച്ച ഒരു വൈബ്രേഷൻ ആ പുള്ളി എത്താതെ അയാൾക്ക് 10,000-ന് മുകളിൽ അല്ലെങ്കിൽ 10,000-ങ്ങളുടെ മുകളിൽ ചിന്തിക്കുവാൻ കഴിയില്ല. ലക്ഷങ്ങൾ പോട്ടെ, 10,000-ങ്ങൾക്ക് മുകളിൽ കൈവശം വെക്കാൻ കഴിയില്ല. ചില ആൾക്കാരൊക്കെ ഒരു 5,000 രൂപയ്ക്ക് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 2,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ദേഹത്തെന്തോ പറിച്ചെടുക്കുന്ന മാതിരിയാണ്. അത് കൊടുക്കാൻ കഴിയില്ല, അത് കഷ്ടപ്പെട്ട് കൊടുക്കാൻ. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് വലിയൊരു എമൗണ്ട് ആണ്. മനസ്സിലായില്ലേ? കാരണം ആ ഫ്രീക്വൻസി 1000-ന്റെ ഫ്രീക്വൻസി ഉള്ള ഒരാൾ ഒരു 2,000 രൂപ മുടക്കുകയാണെങ്കിൽ അയാൾക്കതൊരു മരണമാസമായിരിക്കും. മനസ്സിന് പോവില്ല. 2,000 രൂപ എന്ന് നമ്മൾ കണ്ടില്ലേ? നമ്മള് യൂസുഫ് അലി സാറും കൊച്ചു സാഹിബ് ചിറ്റിലപ്പള്ളിയും ഒക്കെ ലക്ഷങ്ങളും കോടികളും കൊടുക്കുന്നു. അവർക്കൊന്നും തോന്നൂല. കാരണം അവരുടെ ഫ്രീക്വൻസി അതുക്കും മീതയാണ്. അപ്പോ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, 100 ആളുകൾ 100 ഫ്രീക്വൻസിയിലാണ്. കാരണം അവരുടെ ചിന്താഗതി 100 തരത്തിലാണ്. അതുകൊണ്ട് അവർക്ക് 100 തരത്തിലുള്ള ജീവിതം ലഭിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫ് മാറ്റണമെങ്കിൽ, നമ്മുടെ വൈബ്രേഷനെ മാറ്റണമെങ്കിൽ, നമ്മുടെ ഫ്രീക്വൻസിയെ മാറ്റണമെങ്കിൽ നമ്മുടെ ചിന്താഗതിയെ മാറ്റിയേ പറ്റൂ. ആർ യു റെഡി മൈ ഡിയർ ഫ്രണ്ട്സ്? അതിനാണ് ഞാൻ നിങ്ങളോട് എല്ലാ ദിവസവും പങ്കെടുക്കാൻ വേണ്ടി പറയുന്നത്. അതിനാണ് മെഡിറ്റേഷൻ ക്ലബിൽ എല്ലാ ദിവസവും പങ്കെടുക്കാൻ വേണ്ടി പറയുന്നത്. അതിനാണ് ഹാപ്പി പാർക്ക് വ്യത്യസ്ത കോഴ്സുകളും വ്യത്യസ്ത കാര്യങ്ങളുമായിട്ട് എല്ലാ ദിവസവും നിങ്ങളെ പിന്നാലെ. മനസ്സിലായില്ലേ? ചിന്തയിൽ മാറ്റം വരുത്തിയ ഇതൊക്കെ കേൾക്കുന്ന ഒരാൾ ശരിയാണ്, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു പുരോഗതിയും ലഭിക്കുവാനുള്ള ഒരു സാധ്യതയില്ല. കാരണം എൻ്റെ ചിന്താഗതി ഇങ്ങനെയാണ്.
എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത ഇങ്ങനെ ശക്തമായി അള്ളി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ചിന്താഗതി ആവട്ടെ, എന്താ എനിക്ക് പുരോഗതി കിട്ടാത്തത്, എന്താണ് അയാൾ ഇങ്ങനെ, എന്നാലും അയാൾ എന്നോട് ഇത് ചെയ്തല്ലോ. നിരന്തരമായി ഞാൻ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പോ എൻ്റെ ഫ്രീക്വൻസി ഇപ്പോൾ ലോ ലെവലാണ്. എനിക്ക് ഒരിക്കലും ഉന്നതമായ ഒന്നും കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അയാൾ ചിന്തിക്കേണ്ട എന്താണ്? നമ്മളെന്താ ചിന്തിക്കുക? നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: എന്താണ് ഇപ്പൊ എൻ്റെ ഈ പ്രശ്നത്തിന് കാരണം? എന്തുവാണ് ഇപ്പൊ എൻ്റെ ഈ ബുദ്ധിമുട്ടിന് കാരണം? ചോദ്യം തെറ്റിപ്പോയി പ്രിയപ്പെട്ടവരെ. പ്രപഞ്ചത്തിനോട് ചോദിക്കേണ്ട ചോദ്യം തെറ്റിപ്പോയി. എന്താണ് ഇപ്പൊ എൻ്റെ ഈ പ്രയാസത്തിന് കാരണം? ഒരു ഇന്റർനെറ്റിൽ നമ്മൾ അടിച്ചു നോക്കുക, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദി ഡിഫിക്കൽറ്റി, വാട്ട് ഈസ് ദ റീസൺസ് ഫോർ ഫെയിലിയർ എ പേഴ്സൺ. ഒരു മനുഷ്യന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം ഒന്ന് അടിച്ചു നോക്കൂ, നെറ്റിൽ അടിച്ചു നോക്കൂ. അപ്പോ കുറേ കിട്ടും. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ, കുറേ കാര്യങ്ങൾ കിട്ടും. എന്നതുപോലെ നിങ്ങൾ ചോദിക്കുകയാണ്, എന്താ ഇപ്പൊ എന്റെ ലൈഫ് ഇങ്ങനെയായി? എന്താണ് എന്റെ ലൈഫ് ഇങ്ങനെ നായ നക്കിപ്പോയി? ചില ആൾക്കാർ അങ്ങനെയും പറയും. അതൊക്കെ പറയുന്നത് പോലും നമുക്ക് പേടിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ഈ പ്രയാസത്തിന് കാരണമായിട്ടുള്ള എല്ലാം നിങ്ങളെ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്നത് കൊണ്ടാണ് ലൈഫ് പരാജയപ്പെട്ടത്. നിങ്ങൾ ആ ഒരു അറിവ് നിങ്ങൾക്കുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. അത് ശരിയാണ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മരച്ചുറ്റി പ്രേമവുമായി നടന്നു, അയ്യോ ഞാൻ മര്യാദക്ക് എന്താ പറയാ ശരിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മറ്റൊരു ലെവലിൽ എത്താമായിരുന്നു. അപ്പം പഠിച്ചിട്ടില്ല, പരാജയത്തിന് കാരണം കിട്ടിയതുകൊണ്ട് കാര്യമല്ല. നേരെ മറിച്ച് നമ്മളെ ചോദ്യം എങ്ങനെയാണെങ്കിലോ, എനിക്കെങ്ങനെ വിജയിക്കാം? ഹൗ വൺ ക്യാൻ ബി എ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് നെറ്റിലടിച്ചാൽ എന്ത് കിട്ടും? വിജയിക്കുവാൻ ആവശ്യമായ കുറേ കാര്യങ്ങൾ കിട്ടും. എന്നതുപോലെ ഒരാൾ ചിന്തിക്കുകയാണ്, എന്റെ വൈബ്രേഷൻ ഉയർത്താൻ ഞാൻ എന്തെല്ലാം ചെയ്യണം? എന്റെ ലൈഫ് ഈ അവസ്ഥയിൽ നിന്നും മെച്ചപ്പെടാൻ ഞാൻ എന്തെല്ലാം ചെയ്യണം? മനസ്സിലായോ? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഈ രൂപത്തിൽ ചോദ്യം മാറ്റി ചോദിക്കുകയും ലഭിച്ചതിന് നന്ദി പറയുകയും സർവ മനുഷ്യരോടും പുറത്തു കൊടുത്ത് മനസ്സ് ശുദ്ധമാക്കി വെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുകയും ഇന്ന് നിങ്ങൾക്ക് ബാലികേറാ മലയായിട്ടിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, അവരുടെ ലൈഫിൽ ഒരിക്കലും പരിഹരിക്കുവാൻ സാധ്യമല്ല എന്നൊക്കെ വിചാരിച്ച് കീറാമുട്ടിയായിട്ട് ഇത് നടക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊരു വല്ലാത്ത ബ്ലോക്ക് തന്നെയാണ്, ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല, ഇത് വല്ലാത്തൊരു മാറാപ്പ് തന്നെയാണ് എന്നൊക്കെ ചിന്തിച്ച് സ്വയം ശപിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ഇതിന്റെ സൊല്യൂഷനിലോട്ട് പോവുകയും ചിന്താരീതി മാറുകയും വൈബ്രേഷൻ മാറുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ പാറക്കൽ എന്ന് പറഞ്ഞ ആ ബ്ലോക്കുകളെല്ലാം കേവലം ഒരു വെള്ളം ഒഴുകുന്ന മാതിരി ഒഴുകി പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ അല്ലെങ്കിൽ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഒത്തിരി ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ടല്ലോ ഇവിടെ. അതായത് നമ്മുടെ ലൈഫിൽ ഒത്തിരി ഇഷ്യൂസുകളുമായിട്ട് പല ആൾക്കാരും നടക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ EFT പ്രോഗ്രാം, ട്രഷർ കോഴ്സ്, ഇതിലൊക്കെ പങ്കെടുക്കുന്നതിന് മുമ്പ് ഒത്തിരി ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ചിന്തയിലോട്ട് പുതിയ കുറെ കാര്യങ്ങൾ സന്നിവേശിപ്പിക്കപ്പെടുകയും അവരുടെ ചിന്തയും കാഴ്ചപ്പാടും മാറുകയും ചെയ്തപ്പോൾ ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിച്ചതായിട്ട്, അല്ലെങ്കിൽ വർഷങ്ങളായി സഹിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ മാറിയതായിട്ട് ഒത്തിരി ആൾക്കാർ പറയുന്നത് നിങ്ങൾ തന്നെ കേട്ട് കാണും. അപ്പൊ ഞാൻ പറയുന്ന കാര്യം ഒന്നേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വൈബ്രേഷനെ ഉയർത്തണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞാനത് പറഞ്ഞു തരാം. അതിനു മുമ്പ് 1-2 ആളുകൾക്ക് വേണമെങ്കിൽ ഒന്ന് സംസാരിക്കാം. ലൈഫിൽ ഫ്രീക്വൻസി മാറിയപ്പോൾ ജീവിതം മാറിയ, അതായത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടന്ന, അതാണ് എൻ്റെ രസം. സാറേ ജന്മത്തിൽ ഞാനിത് നടക്കൂല എന്നാ വിചാരിച്ച് അങ്ങനത്തെ കാര്യങ്ങൾ നടന്ന ആളുകൾ, അതുപോലെ തന്നെ എന്താ പറയുക, മനസ്സിലെ ഭാരങ്ങളൊക്കെ ഒഴുകിപ്പോയ ആളുകൾ ഒത്തിരി ആൾക്കാരുണ്ടാവും. ഒരു 1-2 ആൾക്ക് വേണമെങ്കിൽ ഇപ്പോ മൈക്കിന് മുമ്പിൽ വന്ന് ഒന്ന് സംസാരിക്കാം. ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ടാണ്. അതിനുശേഷം ഞാൻ കുറച്ച് വഴികളൊക്കെ പറഞ്ഞു തരും. പ്ലീസ് കം ടു ദി മൈക്ക് പോയിന്റ്.
ഒരാൾ പറഞ്ഞോളൂ, ആരാണ്? മൈക്ക് ഓൺ ആക്കാം. പ്ലീസ് കം ടു മൈക്ക് പോയിന്റ്. ആരാണ്? പേരെന്തായിരുന്നു? പേര് പറയൂ. പറഞ്ഞോളൂ സാർ. ഹലോ. കേട്ടോളൂ, കേൾക്കാം, പറയൂ. സാർ എബിയാണ്. ഞാൻ ഈ ട്രഷറിൽ വന്ന ട്രഷർ കോഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്ത് നമ്മുടെ ഈ ഹാപ്പിപ്പാറയിൽ വന്ന് വരുമ്പോൾ എന്റെ ജീവിതം അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ പല പ്രാവശ്യം നമ്മുടെ ഫീഡ്ബാക്കിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും നമുക്ക് പറയുമ്പോൾ പുതിയൊരു ഊർജ്ജമാണ് വരുന്നത്. കാരണം അത്രയ്ക്ക് ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളത് ഞാൻ ഇങ്ങനെ നശിച്ചു പോകുന്ന ഒരു ചിന്താഗതിയാണ് എന്റെ ജീവിതത്തിൽ. അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ നമ്മുടെ ഹാപ്പി പാർക്കിന്റെ അകത്ത് വന്നത്. ഇപ്പോൾ നമ്മൾ ട്രഷർ കോഴ്സ് ചെയ്യുന്ന നമുക്ക് ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇതെല്ലാം ശരിയാവും, ഇതെല്ലാം ശരിയാവും എന്നൊരു ചിന്ത ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ പബ്ലിക് സ്പീച്ചിൽ വന്നപ്പോൾ ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി പെരുമാറി വെച്ച്. അപ്പൊ അങ്ങനെ വീട്ടിൽ റെസ്റ്റ് ചെയ്യാണ്. പക്ഷെ അന്നേരം ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ നല്ലൊരു കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പല തടസ്സങ്ങളും ഉണ്ടാവും നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചിന്താഗതി മാറുമ്പോൾ നമുക്ക് ജീവിതത്തിലേക്ക് പുതിയ പുതിയ നല്ല ചിന്തകൾ വരും. നമ്മുടെ മെഡിറ്റേഷനിലൊക്കെ രാവിലെ വന്ന് പങ്കെടുക്കുമ്പോൾ തന്നെ നമ്മുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, കാരണം എന്റെ മനസ്സിൽ നിന്ന് ആ പ്രശ്നങ്ങൾ പോകില്ല എന്നൊരു ചിന്താഗതിയാണ്. എനിക്ക് ജീവിതകാലം മൊത്തം ഇത് ഉണ്ടാവും, ഞാൻ തകർന്നു പോകുന്നു വിചാരിച്ച ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഹാപ്പി പാർക്കിൽ വന്നതോടുകൂടി ഓരോ ക്ലാസ്സിനും വേണ്ടി നമ്മൾ നോക്കിയിരിക്കുക. കാരണം വെച്ചാൽ ഓരോ ലൈവായിട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പുതിയ ഊർജ, ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ സർ, വളരെ വളരെ സന്തോഷം. ഇനി ഒരാൾ കൂടി വേണം സംസാരിക്കാം. ഹലോ, പറയൂ. എൻ്റെ പേര് കൃഷ്ണപ്രസാദ് എന്നാണ്. ഞാൻ മലപ്പുറം മക്രപറമ്പിൽ നിന്ന് വരുന്നത്. ഞാൻ വീഡിയോ ഓൺ ആക്കാത്ത എന്താ വെച്ചാൽ നെറ്റ്വർക്കിന്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാല് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടൊക്കെ പറയാം. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു സാറിപ്പോ പറഞ്ഞപ്പോ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു അഡ്വാൻസ് കോഴ്സ് ഞാൻ ചെയ്തിരുന്നു, ഒരു മുക്തി ഉൽ ഹക്ക് എന്നുള്ള സാറിന്റെ അടുത്ത്. അപ്പൊ അത് വളരെ ഒരു ഇമ്പാക്ട് ലൈഫിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. കാരണം ഹലോ, പറയൂ. അതായത് ഇപ്പൊ നമ്മുടെ പിന്നെ അതുപോലെ തന്നെ സ്വാധീനിച്ച ഒരു വലിയൊരു ബുക്കാണ് എന്താണ് ദ പവർ ഓഫ് നൗ എന്നുള്ള എക്ഹാർട്ട് ടോളയുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. വണ്ടർഫുൾ ബുക്കാണ് അത്. ശരിക്കും കുറെ ഇൻസൈറ്റ് തന്ന ബുക്കുകളാണ്. അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും വലിയ തിന്മ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാല് നമ്മൾ നാളെ നന്മ വരുമെന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഈ പ്രസന്റിനെ അപ്പൊ നമ്മൾ മിസ്സാക്കി കളയാം. കാരണം യാഥാർത്ഥ്യം എന്നുള്ളത് ഇപ്പൊ നമുക്കുള്ള ഈ ക്ഷണമാണല്ലോ. അതായത് ഒരു സെക്കൻഡ് അല്ല, അതിൻ്റെ ഉള്ളിലത്തെ ഒരു സംഗതി ഉണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഈ ക്ഷണം അനിവാര്യമാണ് ശരിക്കും. അപ്പൊ അത് മനസ്സിലാക്കാൻ സാധിച്ചതിലൂടെയാണ് കുറെ ഇമ്പാക്ട്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ശരിക്കും എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഈ പ്രസന്റിൽ നിൽക്കാനും നമുക്ക് എന്തുണ്ട് എന്നൊക്കെ ഫോക്കസ് പോകാനും തുടങ്ങി. ഇപ്പൊ എന്തിലേക്ക് ഫോക്കസ് പോകാൻ തുടങ്ങിയപ്പോൾ നന്മകൾ കൂടുതൽ കാണാൻ തുടങ്ങി. അങ്ങനെ ലൈഫ് ചേഞ്ച്. പിന്നെ വേറെ കുറെ നെഗറ്റീവ് ബ്ലൂ പ്രിന്റുകൾ മൈൻഡിലുണ്ട്. അതിനൊക്കെ EFT വൺ ഓഫ് ദ ബെസ്റ്റ് ടൂളാണ്. EFTന്റെ അഡ്വാൻസ് കോഴ്സ് ചെയ്തതാണ്. ഓക്കെ സാറിനെന്തോ ഇതിന്റെ പ്രശ്നമുണ്ടെന്ന്, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഏതായാലും അതിന് കാരണം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ വൈബ്രേഷൻ മാറി. EFT ചെയ്തപ്പോ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തപ്പോ വൈബ്രേഷൻ മാറി. അപ്പോ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒന്ന് രണ്ട് ആളുകളെ കൊണ്ട് സംസാരിപ്പിച്ചത് ഇതിന്റെ ഒരു അനുഭവം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മുടെ ഫ്രീക്വൻസി അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ 5 സെൻസിലൂടെ നമ്മൾ കാണൂ. യുവർ ഫ്രീക്വൻസി, അതായത് നിങ്ങളുടെ 5 സെൻസ് എന്ന് പറയുന്നത് കേവലം ഉപകരണം മാത്രമാണ്. നിങ്ങളുടെ ഫ്രീക്വൻസി അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം കാണുകയും കേൾക്കുകയും രുചിക്കുകയും അതുപോലെ തന്നെ മണക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ പോകും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ 2-3 കാര്യം. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ. നിരന്തരമായി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ണടച്ചേ, നിവർന്നിരുന്നൊന്ന് കണ്ണടച്ചേ. ക്ലോസ് യുവർ ഐസ്, കണ്ണടച്ചേ. ശ്വാസത്തിലേക്ക് മനസ്സുകൊണ്ടുപോയേ. കോൺസെൻട്രേറ്റ് യുവർ ബ്രീത്ത്. Concentrate your breath. വയറ് വരെ ശ്വാസം എത്തട്ടെ.
ഓരോ ശ്വാസത്തിനും നന്ദി പറഞ്ഞ് മനസ്സിൽ ഓരോ ശ്വാസത്തിനും നന്ദി പറഞ്ഞ് ശരീരം ഇന്ന് ആയിരിക്കുന്ന ഓരോ അവസ്ഥക്കും നന്ദി പറഞ്ഞ് നമ്മുടെ കൈകാലുകൾ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ സാധിക്കുന്നു, നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നു, നമുക്ക് എന്തെല്ലാം ഈ നിമിഷത്തിൽ ഉണ്ട്, അതിനെല്ലാം ഒന്ന് നന്ദിയോടെ സ്മരിച്ച് അതിനെല്ലാം നോക്കി ഒന്ന് ജസ്റ്റ് നന്ദി പറഞ്ഞ് മനസ്സ് ശാന്തമാവട്ടെ. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. മനസ്സ് ശാന്തമാവുന്നു. പീസ് പീസ് പീസ്. ഓരോ ശ്വാസത്തിലും നന്ദി പറഞ്ഞ് സ്ലോലി ഓപ്പൺ യുവർ ഐസ്. സാവകാശം കണ്ണുറന്ന്. വാട്ട് യു ഫീൽ മൈ ഡിയർ ഫ്രണ്ട്സ് റൈറ്റ് നൗ? ഒരു മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂ. വാട്ട് യു ഫീൽ? സംസാരിക്കാൻ പറ്റല്ലോ. ഡു യു ഫീൽ റിലാക്സേഷൻ? യെസ് ഓർ നോ? ഇത്രയേ ഉള്ളൂ കഥ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഒന്നാമത് നമ്മുടെ വൈബ്, അതായത് ലോ ഓഫ് വൈബ്രേഷൻ പറയുന്നത് നമുക്ക് എല്ലാത്തിനും നന്ദി ഉണ്ടായിരിക്കണം. ഇതൊരു നിയമമാണ്, പ്രപഞ്ച നിയമമാണ്. ഇതിനെ വയലേറ്റ് ചെയ്താൽ, നന്ദികേട് കാണിച്ചാൽ, ഇപ്പൊ നമ്മൾ കോഴ്സിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ, ഇപ്പൊ സാറൊക്കെ പറഞ്ഞല്ലോ, ആരൊക്കെ വീണ്ടും വീണ്ടും നന്ദി സർ എന്നൊക്കെ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നു, അവരൊക്കെ, ഞാനിപ്പോ അങ്ങനെ പറയണമെന്ന് പറയാൻ വേണ്ടി പറയുന്നതല്ല, ഞങ്ങൾ തന്നെ കണ്ടൊരു കാര്യമാണ്, ആരൊക്കെ നന്ദി എടുത്ത് പറയുന്നു, അവരുടെ ലൈഫിലൊക്കെ പെർമനന്റ് ആയിട്ട് വലിയ പുരോഗതി കണ്ടിട്ടുണ്ട്. അതേപോലെ നന്ദികേട് എല്ലാം ഞാനത് അങ്ങനെ ആയിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ നന്ദികേട് കാണിക്കുന്നോ അവർക്കൊക്കെ ഒരുപാട് ഫലം കുറയുന്നതായിട്ടും കാണും. വളരെ കുറഞ്ഞ ആൾക്കാർ അങ്ങനത്തെ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് ഒന്നാമത്തത് എന്താണ്? നന്ദി കാണിക്കുക. അതേപോലെ തന്നെ എന്താ പറയാ, നമ്മൾ പ്രകൃതിയുമായിട്ട്, അതായത് പ്രകൃതിയുമായിട്ട് നമ്മൾ അലിഞ്ഞു ചേരും. ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊരു മരത്തിന്റെ ചുവട്ടിൽ പോയിട്ട് റിലാക്സേഷനിൽ ഇരുന്ന ആ മരത്തിനോടോ അല്ലെങ്കിൽ ചെടികളോടോ, ഒരു ചെടിയുടെ അടുത്ത് പോയിട്ട് ആ ചെടിയെ ഒന്ന് ശ്രദ്ധിച്ച്, ആ ചെടിയോട് സ്നേഹത്തോട് സംസാരിച്ച്, ആ ചെടിയുടെ അടുത്ത് നിന്ന് സ്നേഹത്തോട് അതിനെ നിരീക്ഷിച്ച് കുറച്ചു നേരം ചെലവഴിച്ച് നോക്കൂ. ഹൈ ഫ്രീക്വൻസിയിലോട്ട് പോകും. മനസ്സിലായില്ലേ? ഹൈ ഫ്രീക്വൻസിയിലോട്ട് പോകും. അതേപോലെ തന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കുക. രാവിലെ ഒരു 8 മണിന്റെ ഉള്ളിൽ നാസ്ത കഴിക്കുക. ഉച്ചക്ക് 1 മണിയുടെയും 2 മണിയുടെയും ഇടയിൽ ഭക്ഷണം കഴിക്കുക. വൈകുന്നേരം 6 മണിയുടെയും 7:30 മണിയുടെയും ഉള്ളിൽ രാത്രിയത്തെ ഭക്ഷണത്തിന്റെ കഴിക്കുക. ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശരീരവും മനസ്സും ശുദ്ധമായിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വൈബ്രേഷൻ മാറും. അതുകൊണ്ട് ഈ ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു നിയമം നിങ്ങളോട് പറയുന്നത്, അതേപോലെ തന്നെ ഈ ഗോസിപ്പുകൾ ഒഴിവാക്കുക. ഗോസിപ്പുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവര്. നിങ്ങൾ വിചാരിക്കും നമുക്ക് തമാശ പറയുമ്പോൾ, ഗോസിപ്പ് പറയുമ്പോൾ നല്ല സുഖല്ലേ? അത് ഏതുപോലെയാണ്? ഈ ജങ്ക് ഫുഡ് കഴിക്കുമല്ലോ നമ്മൾ, ആവശ്യമില്ലാത്തത്, വറുത്തതും പൊരിച്ചതും ചട്ടിയിലിട്ടതും കരിഞ്ഞതും, ടേസ്റ്റിന് വേണ്ടി നമ്മൾ കഴിക്കുന്നത്, മസാല കൂട്ടിയതും, ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അപ്പോൾ നമുക്ക് നല്ല രസം ഉണ്ടാവും. പക്ഷെ പിന്നീട് നമുക്ക് വരുന്ന പല അസുഖങ്ങളും
ഈ നേരത്തെ കഴിച്ച ഈ ജഗ് ഫുഡ് കൊണ്ടാണ് എന്ന് എത്ര പേർക്ക് അറിയാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? വളരെ കുറഞ്ഞ ആൾക്കാർക്ക് അറിയും. എന്നാൽ ഈ തമാശ പറയുമ്പോൾ, ഗോസിപ്പ് പറയുമ്പോൾ, മറ്റവന്റെ പച്ചമാംസം പിടിച്ചു വലിക്കുമ്പോൾ, കടിച്ചു വലിക്കുമ്പോൾ, അവൻ അങ്ങനെ ഇവൻ ഇങ്ങനെ അവൻ അഭിമാനത്തിൽ കൈവെക്കുമ്പോൾ നമുക്കൊരു താൽക്കാലികമായ ഒരു ഗൂഢമായ സുഖമൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇപ്പൊ പറഞ്ഞ ആ ഗോസിപ്പ് ഉണ്ടല്ലോ, അത് യൂണിവേഴ്സൽ ലോന്റെ ഒരു വൈലേഷൻ ആണ്, പ്രപഞ്ച നിയമത്തിന്റെ വൈലേഷൻ ആണ്. നിങ്ങൾ ലോ ഓഫ് വൺനെസ്സിനെ ലംഘിച്ചു, ലോ ഓഫ് വൈബ്രേഷനെ ലംഘിച്ചു. ഒരു വിഷയം നിയമം ലംഘിച്ച അപ്പം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ക്യാമറ കൊടുക്കും, അപ്പം പൈസ ഫൈന് വേണ്ടി വരില്ല, പിന്നീട് ഫൈൻ വേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ഇപ്പൊ ഒരുപക്ഷെ നമ്മുടെ AI ക്യാമറ കാണാതെ വിട്ടേക്കാം, പക്ഷെ പ്രപഞ്ചത്തിന്റെ കണ്ണിൽ നമ്മളുടെ ഒരു തട്ടിപ്പും നടക്കൂല, ഒരു വെട്ടിപ്പും നടക്കൂല. നിങ്ങൾ ആർക്കെതിരെ എത്ര സമയം ഗോസിപ്പ് ചെയ്തോ, ഒരുപക്ഷെ ചില ആൾക്കാർക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു മാനസിക അസ്വസ്ഥത. ഞാൻ ഓർക്കുന്നത് ഒരു എസ്ഐനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്, എൻ്റെ ഒരു വാഹനം ഒരിക്കലും കളവ് പോയപ്പോൾ ഞാൻ ആ വാഹനത്തെ അന്വേഷിച്ച് പോയ കുറെ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, 2008 2009 കാലത്ത് നടന്ന സംഭവമാണ്. എൻ്റെ ഒരു അന്ന് ഞാൻ വാങ്ങിയൊരു പുതിയൊരു ബൈക്ക് ഉണ്ടായിരുന്നു, അത് മോഷണം പോയി. അങ്ങനെ ഞാൻ അത് അന്വേഷിച്ചൊരു ഒരു SIന്റെ അടുത്ത് പോയപ്പോൾ ആ SIയുടെ ഒരു അവസ്ഥ ഞാൻ എപ്പോഴും ആലോചിക്കുകയാണ്. അദ്ദേഹം റിട്ടയർഡ് ആവാൻ പോകുന്നു, രാത്രി ഉറക്കമില്ല, ഉറക്കമേ ഇല്ല. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലെവലൊക്കെ മനസ്സിലായി. അതായത് എന്തുകൊണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ആ സമയത്ത് ഒന്നും ചെയ്യുന്നില്ല. റിട്ടയർഡ് ആവുന്നതിന്റെ തലേ വർഷം അദ്ദേഹം ശാന്തനാണ്, അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും ഇടപെടുന്നില്ല. ഞാനായിട്ട് ഇനി പ്രശ്നത്തിനൊന്നും പോകേണ്ട, റിട്ടയർഡ് ആവാനായില്ലേ. പക്ഷെ സർവീസിൽ കയറിയ അന്ന് മുതൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അപ്പൊ ഞാൻ പറയുന്നത്, ഗോസിപ്പ് പറയുന്നത് ഒഴിവാക്കുക, ഏഷണി പറയുന്നത് ഒഴിവാക്കുക, പരദൂഷണം പറയുന്നത് ഒഴിവാക്കുക, വ്യക്തികളെ കുറിച്ച് മോശമായി അനാവശ്യമായി ചിന്തിക്കുന്നത് ഒഴിവാക്കുക. ഇതിൽ നിന്നൊക്കെ മുക്തരായി, അതാണ് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ക്ലബിൽ രാവിലെ പങ്കെടുക്കുന്നവരോട് നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ, ഗ്രാറ്റിറ്റ്യൂഡ്. അതിനുശേഷം സർവ മനുഷ്യർക്കും നന്മ ഉണ്ടാകുവാനുള്ള ശക്തമായിട്ടുള്ള ആഗ്രഹം നന്ദിയിൽ ചാർത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുകയാണ്. അതോടുകൂടി തന്നെ ഫ്രീക്വൻസി ഉയർന്നവരായി നമ്മൾ വളർന്നു. അതോടുകൂടി ഫ്രീക്വൻസി ഉയർന്നവരായി നമ്മൾ ആ ദിവസം തുടങ്ങി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷം ഒരു 10, 15, 20 മിനിറ്റ് നമ്മൾ അൽഫ സ്റ്റേജിലോട്ട് പോയി ശാന്തമായി മനസ്സിന് അതിശക്തമായ വിസിതങ്ങൾ പതുക്കെ 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 നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എല്ലാ ദിവസവും സന്നിവേശിപ്പിക്കുന്നു. ഇങ്ങനെ ദിവസവും ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ലെവലിൽ നിൽക്കും. അതിന് കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുവാനുള്ളത്, ഹാപ്പി പാർക്ക്, ഒരുപക്ഷെ ചില ആൾക്കാരൊക്കെ ഹാപ്പി പാർക്കിന്റെ വലിയ വലിയ ഇതിനെ കുറിച്ചൊക്കെ ആരും കേൾക്കുക. ഈ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് ഒരു കോഴ്സ് ഹാപ്പി പാർക്കിനുണ്ട്. ഞാൻ അതിനെ കുറിച്ചൊന്ന് പറയാം. അതായത് നമ്മുടെ ഫ്രീക്വൻസി അനുസരിച്ച്, വൈബ് അനുസരിച്ച കാര്യങ്ങൾ, അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ആന്റിന ഉണ്ട്, ഒരു ആന്റിന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചോദിച്ചാലും അങ്ങോട്ടേക്ക് തിരിയും. ഉദാഹരണമായിട്ട് ഒരാൾ ചിന്തിക്കുകയാണ്, എന്താ എന്റെ പ്രശ്നത്തിന് കാരണം, ഞാൻ എന്താ അങ്ങനെ കുടുങ്ങാൻ കാരണം, ഞാൻ ആരെയും തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ നരകിക്കുന്നത്, എന്തുകൊണ്ട് അവൻ എന്നെ പറ്റിച്ചു, ഞാൻ ഒരാളെയും പറ്റിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഈ രൂപത്തിലുള്ള എന്ത് ചോദ്യം ചോദിക്കുകയാണെങ്കിലും നമ്മുടെ ബ്രെയിനിൽ ഒരു പാർട്ടാണ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അങ്ങോട്ടേക്ക്, ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് സയന്റിസ്റ്റുകൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചത്. ഉദാഹരണമായിട്ട് ആകാശഗോളത്തിന്റെ എന്താണ് ചൊവ്വയിലുള്ളത്, എങ്ങനെയാണ് സൂര്യൻ പ്രവർത്തിക്കുന്നത്, സൂര്യൻ എങ്ങനെയാണ് പ്രകാശമുണ്ടാവുന്നത്, അതുപോലെ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണക്ക് കൂട്ടാം. ഓട്ടോമാറ്റിക് ടെല്ലി മെഷീൻ, ATM എന്ന് പറയുന്ന മെഷീൻ, ഒരാള് പൈസ എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയപ്പോ ഭയങ്കര ക്യൂ. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, എങ്ങനെ എനിക്ക് ക്യൂ നിൽക്കാതെ ഒരു കാർഡ് ഇട്ടിട്ട് എന്റെ പണം എടുക്കാം. അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തോട്. ആരോട് ചോദിച്ചു? അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. ഓല ഉണ്ടായത് എങ്ങനെ? ഒരിക്കൽ
അതിന്റെ ഫൗണ്ടർ യാത്ര ചെയ്യുന്ന സമയത്ത് അനാവശ്യമായ ചാർജ് ഈടാക്കി. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ഇത് യൂണിഫോമിലോട്ട് കൊണ്ടുവന്ന് ഒരു സിസ്റ്റം ആക്കാൻ എങ്ങനെ സാധിക്കും, എനിക്ക് എങ്ങനെ പറ്റും, എനിക്ക് എങ്ങനെ ഉയരാൻ പറ്റും, എനിക്ക് എങ്ങനെ മാറാൻ പറ്റും, എന്റെ ലൈഫിനെ പരിപൂർണമായിട്ടും എങ്ങനെ എനിക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റും. ഈ രൂപത്തിൽ നിരന്തരം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആന്റിന പരിഹാരത്തിലോട്ട് വരുമ്പോഴായിരിക്കും ഇന്ന വ്യക്തിയെ കണ്ടുമുട്ടും. ഒരുപക്ഷെ ഈ ഹാപ്പി പാർക്കിന്റെ മെഡിറ്റേഷൻ ക്ലബും ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങളെ തേടി വന്നത് ഒരു സൊല്യൂഷന് വേണ്ടി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിരിക്കുമെന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇന്ന് ഈ ഹാപ്പി പാർക്കിന്റെ ഒരു കുഞ്ഞു കോഴ്സ് ഉണ്ട്, റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തെ എങ്ങനെ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുമെന്നതുമായി ബന്ധപ്പെട്ട്. ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് ടൈപ്പ് അടിച്ച് യെസ് ടൈപ്പ് ചെയ്ത്. ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ള ആളുകൾ, റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം RAS നമ്മുടെ തന്നെ തലച്ചോറിന്റെ ഉള്ളിലുള്ള ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തെ നമുക്ക് ഗുണപരമായി ഉപയോഗിക്കുവാൻ കുറെ അറിവ് മാത്രം പോരാ, അതിനെ കുറെ കൂടി പ്രായോഗികമായിട്ട് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. യെസ്, ശരി, റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അതായത് RAS എന്നാണ് ഈ കോഴ്സിന്റെ പേര്. ശരി, അങ്ങനെയാണെങ്കിൽ ഇത്രയും ആളുകൾക്ക് ഈ ഒരു സംഭവം താല്പര്യമുണ്ടെങ്കിൽ, ചില ആൾക്കാർ ചിന്തിക്കും ഹാപ്പി പാർക്ക് RAS അത് തന്നെ ഒത്തിരി ഇത് വേണ്ടേ, പൈസ വേണ്ടേ, കോഴ്സിനൊക്കെ ചേരാന്നൊക്കെ അതൊന്നും വേണ്ട. നിങ്ങൾക്ക് ഞാൻ ഈ ഒരു കോഴ്സ് നാളെ മുതൽ 3 ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് നൽകാം. ഇത്രയും ആൾക്കാർ വില്ലിങ് ആണെങ്കിൽ ഇതിന് നമ്മൾ ചെറിയ ഒരു ഇത് മുടക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടും. കാരണം നമ്മുടെ വൈബ് ഉയരണം. എപ്പോഴും നമ്മൾ സർ, ഇത്രയും ആൾക്കാർ പറയും സൗജന്യമാണെങ്കിൽ നോക്കാം സർ. അപ്പൊ ഈ സൗജന്യത്തിന്റെ പിന്നാലെ പോകും. എപ്പോഴും സൗജന്യം എന്ന് പറയുമ്പോൾ മൂല്യമുള്ള ഒരു വ്യക്തിയല്ല നമ്മൾ. പെട്രോൾ അടിക്കുന്ന സമയത്ത് ബഹളം, ഏതെങ്കിലും സാധനം വാങ്ങുമ്പോൾ ബഹളം, എവിടെ പൈസയുടെ കാര്യമുണ്ട് അവിടെ എല്ലാം കച്ചറയാക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് പൈസ വരില്ല, പൈസന്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. 70 ഉറുപ്പ്യക്ക് പെട്രോൾ അടിക്കുക, കാറിലൊക്കെ 150 ഉറുപ്പ്യക്ക് പെട്രോൾ അടിക്കുക. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് 2 കൊടുക്കാൻ വിചാരിച്ചാൽ 1.5 ചുരുക്കുക. ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ RAS ഈ 1.5 കിട്ടൂ, 2 കൊടുക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൂല. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഒരുപക്ഷെ കുറച്ച് ആൾക്കാർ ചെയ്തു കാണും. ഈ ഒരു കോഴ്സ് ഈ നാളെ നമുക്ക് തുടങ്ങാം. 3 ദിവസം തുടർച്ചയായിട്ടുള്ള സെഷൻ ആയിരിക്കും. നിങ്ങൾക്ക് വെറും 199 രൂപക്ക് നമ്മൾ ഈ കോഴ്സ് നൽകാൻ ഇപ്പോൾ റെഡിയാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇപ്പോ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങളെ വൈബ് ഉയർത്തുന്ന ടെക്നിക്സിനെ പഠിച്ചെടുക്കാം. അതേപോലെ തന്നെ എന്താ പറയാ, വൈബ് ഉയർത്തുക മീൻസ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അത് ദൈവം തന്ന ഒരു വരദാനമാണ് പ്രിയപ്പെട്ടവർ. ദൈവം മനുഷ്യന് തന്ന ഒരു വരദാനമാണ് RAS എന്ന് പറയുന്നത്. നമ്മൾ എങ്ങോട്ടേക്കാണോ തിരിച്ചു വെച്ചത് അത് വളരുക എന്നതാണ് യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത്. സോ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതൊന്ന് പർച്ചേസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സെഷൻ തുടരാം. അതായിരിക്കും നന്നാവുക. വലിയ പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾക്കത് വെറുത്തല്ല. റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് അറിഞ്ഞ അപ്പോഴായിരിക്കും ചില ആളുകളുടെ കണ്ണ് തുറക്കുക. ദൈവമേ, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അതില് ശക്തമായ അഫർമേഷൻസുകളും ശക്തമായ മെഡിറ്റേഷൻസുകളും നമ്മുടെ ന്യൂറൽ പാത്വേ, നമ്മുടെ RASനെ പുരോഗതിയിലോട്ട് തിരിച്ചു വെക്കുന്ന എല്ലാ ടൂൾസുകളും അടങ്ങിയ ഒരു കിറ്റാണ്. വെറും 199 രൂപ മാത്രമേ ആ ഒരു കോഴ്സിനുള്ളൂ. സോ ഒന്ന് ടൈപ്പ് ചെയ്ത്, താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ 1 സെക്കൻഡ്, ഇപ്പോൾ തന്നെ അതിന്റെ ഇത് അയച്ചു തരാം. യെസ്,
ഈ നമ്പറിലോട്ടൊന്ന് നിങ്ങൾ നോക്കൂ, എത്രയും എങ്കിലും നിങ്ങളുടെ വൈബ് ഉയർത്താൻ വേണ്ടി നിങ്ങൾ എത്ര ആൾക്കാർ ചെലവഴിക്കുന്നു നോക്കാതെ നോക്കും പ്ലീസ്. സാറേ അതിന്റെ ടൈം ഒന്ന് പറയാവോ? രാവിലെ മുതലാണോ? അത് നിങ്ങൾക്ക് റെക്കോർഡിംഗ് ആണ് ലഭിക്കുക, റെക്കോർഡ് സെഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് രാത്രി 8 മണിക്കാണ് തരിക, പക്ഷെ നിങ്ങൾക്ക് അത് ലൈഫ് ലോങ് ഉപയോഗിക്കാം. സർ മുമ്പ് പങ്കെടുത്തവർ ഇതിൽ പങ്കെടുക്കണോ? വേണ്ട. ശരി, RAS. ചെയ്ത ആൾക്കാർ ചെയ്യണ്ട, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, പുതിയ ആൾക്കാർ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ട്രഷറിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഇതിൽ പങ്കെടുക്കേണ്ട, അവർക്ക് അത് വേറെ തരാം. ട്രഷറിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഇതിൽ പങ്കെടുക്കണം, അവർക്ക് ഇത് വലിയ വർക്ക് വേറെ ഉണ്ട്. അല്ലാത്ത ആൾക്കാർ മാത്രം ഒന്ന് ഈ ഒരു ഇതിലോട്ട് അയച്ചാൽ മതി. EFT പങ്കെടുക്കുന്ന ആൾക്കാർ ചെയ്യണം. EFT പങ്കെടുക്കുന്ന പോലെ ചെയ്യാം. ഉദാഹരണമായിട്ട് സാർ ഉദ്ദേശിച്ചത് അതിന്റെ അഡ്വാൻസ് ആണോ? ഞായറാഴ്ച നിങ്ങൾ ചെയ്യണ്ട, അത് നിങ്ങൾക്ക് ഞാൻ വേറെ തരാം. ഓക്കെ, ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യാണോ വേണ്ടത്? ഈ നമ്പറിലോട്ട് ഗൂഗിൾ പേ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മള് കറക്റ്റ് ടൈമിന് അറ്റൻഡ് ചെയ്തില്ലേ കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിന് റെക്കോർഡിംഗ് കിട്ടും. സാറേ നാളെ പേയ്മെന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഒന്ന് സാറോട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ഈ നമ്പറിൽ കോൺടാക്ട്